ഹായ് ഓൾ. വെള്ളിയാഴ്ച ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഓൾമോസ്റ്റ് ബുള്ളിഷിലാണ്. മാർക്കറ്റ് സെന്റിമെന്റ്സ് ചെറിയൊരു ഡെയിലി വൈസ് നോക്കുമ്പോൾ ബുള്ളിഷിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഓവറോൾ ഒരു ചെറിയൊരു ലാസ്റ്റ് ഉച്ചയ്ക്ക് ശേഷം നല്ലൊരു സെല്ലിങ് തന്നെയാണ് വന്നത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ തന്നെ ഒരു 600 പോയിന്റ്സിന്റെ ഓൾമോസ്റ്റ് കൊള്ളാം. കാരണം 1%ന്റെ എബോവ് ബുള്ളിഷിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിഫ്റ്റി ആണെങ്കിൽ ജസ്റ്റ് 64 പോയിന്റ്സിന്റെയും പിന്നെ സെൻസെക്സ് 231 പോയിന്റ്സിന്റെ ഇതിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മാർക്കറ്റ് വില്ലേജ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ സെക്കൻഡ് ക്യാൻഡിൽ നമ്മുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് കുറെ നേരം കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് നിന്നു. നമ്മൾ ഈ ഒരു ഏരിയയിലായിട്ടായിരുന്നു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് നല്ല പോലെ ലാസ്റ്റ് ഡേ ക്യാൻഡിൽ, അതായത് 21 മെയ് വ്യാഴാഴ്ചത്തെ ഡേ ഹൈരെ ക്യാൻഡിലിന്റെ ബോഡിയിൽ അവിടെ വരെ പോയിട്ടാണ് പിന്നെ അവിടെ നിന്നാണ് ഒരു റിജക്ഷൻ വന്നത് താഴേക്ക്. പിന്നെ നമ്മുടെ സപ്പോർട്ടിൽ വന്ന് ഇരുന്നിട്ട് പിന്നെ മുകളിലേക്ക് വീണ്ടും പോവുകയും ചെയ്തു. നമ്മളിന്ന് യൂസ് ചെയ്യണ CPR 200 EMI ആണ്. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് CPR അപ്സൈഡ് പോയി പിന്നെ താഴേക്ക് വരികയാണ് ചെയ്തത്. ഇനിയിപ്പോ നമുക്ക് തിങ്കളാഴ്ചത്തെ ഏകദേശം 25-ാം തീയതിയിലത്തെ എങ്ങനെയാണ് മാർക്കറ്റ്, നമ്മുടെ വ്യൂ എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയൊക്കെ എൻട്രി എടുക്കാൻ പോണെന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഇപ്പോ നമ്മുടെ ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ 15 മിനിറ്റിലിട്ട് നോക്കിയ ഓവറോൾ സെന്റിമെന്റ്സ്, അതായത് ഒരു മാർക്കറ്റ് കണ്ട ഒരു സൈഡ് വേസിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞത് കറക്റ്റ് പറയാ ഈ ഒരു ഏരിയയിലാണ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അപ്പൊ ഒന്നല്ലെങ്കിൽ ഈ ഒരു ഏരിയ അപ്സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യണം, അതായത് ഇവിടുന്ന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ഇത് താഴേക്ക് ഇവിടെ വന്നിട്ട് വീണ്ടും മുകളിലേക്കും, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരാം. അപ്പൊ ഇതിലേതെങ്കിലും 3 കാര്യമാണ് നടക്കാൻ പോണത് എന്തായാലും. അപ്പൊ അതൊന്ന് നോക്കുക. പിന്നെ അതുപോലെ തന്നെ അടുത്ത കാര്യം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു 3 മിനിറ്റിലേക്ക് തന്നെ പോകുമ്പോൾ നമുക്ക് CPR കൂടി ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. അപ്പോൾ ടുമാറോ CPR നമുക്ക് വരുന്നത് ഏകദേശം ഈ ഒരു ലെവലിലാണ്. ഈ ലെവലിലാണ് നമ്മുടെ CPR വരുന്നത് എന്തായാലും. ഒന്നല്ലെങ്കിൽ മാർക്കറ്റ് നാളെ താഴേക്കാണ് വരുന്നതെങ്കിൽ, അതായത് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് വരികയാണെങ്കിൽ, എന്നല്ലെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ഇവിടുന്ന് വന്ന ഈ രീതിയിൽ ഇവിടുന്ന് ഒരു റിവേഴ്സൽ നോക്കാം നമുക്ക്. അല്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി താഴത്തേക്ക് വന്ന ഈ ഒരു ഏരിയ, അതായത് 23,450 23,430 എന്നുള്ള ഒരു റേഞ്ച്, അത് നല്ലൊരു സപ്പോർട്ടായിട്ട് ഏകദേശം 20-ാം തീയതി ആക്ട് ചെയ്താണ്. അപ്പൊ ആ ഒരു റേഞ്ചിൽ നിന്ന് വേണമെങ്കിൽ റിവേഴ്സൽ വരാം. ഇനിയിപ്പോ അതവല്ല അപ്സൈഡിലേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നല്ലൊരു ഫോള് വന്ന ഏകദേശം ഈ റേഞ്ചിൽ നിന്ന് 23,845 23,865 ആ ഒരു റേഞ്ചിൽ നിന്നാണ് ഫോളോ വരുന്നത് വെച്ചാൽ നമുക്കറിയാം ലാസ്റ്റ് 2-3 ദിവസങ്ങളിൽ സെയിം ഏരിയയിൽ നിന്ന് തന്നെ, അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ലൊരു ഫോളോ വന്നിട്ട് അപ്പൊ ഇവിടുന്ന് താഴേക്ക് പോകാനുള്ള ചാൻസും കൂടുതലാണ് പലപ്പോഴും. അപ്പൊ അതും കൂടി ഒന്ന് കൺസിഡർ ചെയ്തിട്ട് നോക്കണം എപ്പോഴും. ഇനിയിപ്പോ അതെല്ലാം ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് വരിക വെച്ചെങ്കിൽ തന്നെ ഇപ്പൊ സൈഡ് ഏരിയസ് ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുക വെച്ചെങ്കിൽ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് താഴേക്ക് വന്നിട്ട് സൈഡിലേക്ക് പോവുക വെച്ചെങ്കിൽ അതും കൂടി നോക്കാം നമുക്ക്. അപ്പോൾ അതും കൂടി ക്ലിയർ ആയിട്ട് നോക്കിയതിന് ശേഷം മാത്രം എൻട്രി എടുക്കാൻ കൺസിഡർ ചെയ്യുക. പിന്നെ മുകളിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്, അപ്പ് സൈഡും ഡൗൺ സൈഡും വരുന്നുണ്ട്. നമുക്കറിയില്ല ഒരു ദിവസത്തെ മൂവ്മെന്റത്തിനനുസരിച്ച് എത്രത്തോളം നിഫ്റ്റി ഇപ്പൊ മൂവ് ചെയ്യുന്നു ഈ സമയത്ത്. ഇപ്പൊ ഇവിടെ നിന്നാണെങ്കിൽ തന്നെ ഗ്യാപ്പിലേക്ക് എത്താനായിട്ട് അധികം ഒന്നും ഇല്ല. ഒരു 2%-ന്റെ ഉള്ളിൽ മാത്രം മൂവ് ചെയ്താൽ മതി, 400-450 പോയിന്റ്സിന്റെ അടുത്ത്. അപ്പൊ അത് ചില സമയങ്ങളിൽ നിഫ്റ്റിക്ക് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. അപ്പൊ ഒരു നോർമൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് 1%ക്കും ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും അപ്പ് സൈഡിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതും കൂടി നോക്കുക.
നേരെ തിരിച്ചാണ് താഴത്തേക്കെങ്കിലും കൂടിയിട്ട് ഇതേ ഒരു 2% അടുത്ത താഴത്തെ ഗ്യാപ്പിന്റെ ബോർഡർ എത്തി. ആ ഒരു ഏരിയ തന്നെയാണ് പലപ്പോഴും നല്ല രീതിയിലുള്ള റിവേഴ്സൽ വന്നിട്ടുള്ളത്. 13 മെയിലും അതിനുശേഷം 18 മെയിലൊക്കെ ആയിട്ട് പലപ്പോഴായിട്ട് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് മാത്രം എൻട്രി എടുക്കാൻ ശ്രമിക്കുക. പറഞ്ഞാൽ തന്നെ മാർക്കറ്റ്, അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം വരുന്ന ആ പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും എൻട്രി എടുക്കാറ്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺസ് എന്ന് പറയുന്നത് 23,948 23,927. അതേപോലെ അപ്സൈഡിലത്തെ രണ്ടാമത്തെ വരുന്നത് 23,866 23,845. പിന്നെ CPR-നോടും കറന്റ് പ്രൈസിനോടും ചേർന്ന് കിടക്കുന്ന ഏരിയ 23,784 23,763. അതിനുശേഷം താഴത്തേക്ക് സപ്പോർട്ട് സോൺ ആയിട്ട് കിടക്കുന്ന ഏരിയ വരുന്നത് 23,702 23,681. അപ്പോ അതിന് ശേഷം താഴത്തേക്ക് വരുന്നത് 23,620 23,599 അല്ലെങ്കിൽ 23,600 റേഞ്ച്. പിന്നെ അതിന്റെ താഴത്തേക്ക് വരുന്ന ഒരു സോണും കൂടി എന്ന് പറഞ്ഞാൽ 23,538 23,517 വരുന്നത് ഇത്ര. അതിനുശേഷം നമ്മളിപ്പോ ഏകദേശം ഇത് പറയാനുള്ള മെയിൻ റീസൺ എന്താന്ന് വെച്ചാല് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇത്രയും മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ എന്നുള്ള ഒരു ഇതിലാണ്. പിന്നെ അതിന്റെ താഴേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല എന്നല്ല, മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് താഴേക്ക് വീണ്ടും, അതായത് 1% അടുത്ത് ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നെ താഴേക്ക് പോയിട്ടൊക്കെ റിവേഴ്സലായിട്ട് വരാറുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും നമ്മുടെ ലോസ് നമ്മുടെ കൺട്രോളിലായിരിക്കണം. അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. പിന്നെ പ്രോബബിലിറ്റി ജസ്റ്റ് സർവൈവ് ചെയ്യാൻ നോക്കണ രീതിയിൽ വേണം എൻട്രി എടുക്കാനും എക്സിറ്റ് ആവാനുള്ള രീതിയിൽ. അപ്പോ അങ്ങനെ ചെയ്യാം.